ഹലോ, വീണ്ടും ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. യൂട്യൂബിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൂ കളറും ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള 2 പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് ഈ ബ്ലൂ കളർ കവറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ബ്ലൂ കളർ കവറിൻ്റെ ഈ മുകളിലുള്ള ഈ 2 പിടിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കിതിൻ്റെ താഴ്ഭാഗത്തെ ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിനെ നമുക്കൊന്ന് നിവർത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മധ്യഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ഈ ഒരു പോർഷനിലെ അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഒരു പെറ്റൽസിൻ്റെ മോഡലിൽ ഒന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നിവർത്തിയെടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് വലിപ്പത്തിലുള്ള കുറച്ച് വണ്ണമുള്ള കുറച്ച് പെറ്റൽസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ മോഡലിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ലൈറ്റ് യെല്ലോ കളറിലുണ്ടായിരുന്ന കവർ കൂടി ചെറിയ പോർഷൻസ് ആയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ആദ്യം ഉണ്ടാക്കിയ പെറ്റൽസിനേക്കാളും കുറച്ച് വലിപ്പക്കുറവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തേക്കാലം കുറച്ച് വലിപ്പക്കുറവിൽ വേണം വെട്ടിയെടുക്കാനായിട്ട്. അത് നമ്മൾ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ബ്ലൂ കളർ കവറിൻ്റെ ചെറിയൊരു പോർഷൻസ് വെട്ടിയെടുത്തതിന് ശേഷം ഈ യെല്ലോ കളറിലുള്ള കവർ മുറിച്ചേക്കാളും കുറച്ചുകൂടി വലിപ്പക്കുറവിലായിട്ട് നമുക്ക് അതേ ഷേപ്പിൽ കുറച്ച് പെറ്റൽസ് കൂടി വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പല ഷേപ്പിലുള്ള 3 തരത്തിലുള്ള പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്ലൂ കളറിലുള്ള 2 പെറ്റൽസ് ഒരുമിച്ചെടുത്തേക്കാണ് കേട്ടോ. നമ്മുടെ കവറിന് കുറച്ച് ബ്ലൂ കളർ കുറവായതുകൊണ്ടാണ് കേട്ടോ 2 പെറ്റൽസ് എടുത്തേക്കുന്നത്. നല്ല ഡാർക്ക് ബ്ലൂവിലുള്ള കളറാണ് കവറിനെങ്കിൽ 1 പെറ്റൽസ് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അതിനെ 2ആയിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ നഖം ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈറ്റ് യെല്ലോ കളറിലുള്ള പെറ്റൽസ് വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ബ്ലൂ കളറിലുള്ള പെറ്റൽസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിച്ചതിന് ശേഷം ശംഖുപുഷ്പം പൂവിൻ്റെ അതേപോലെ വലിയ പെറ്റൽസ് നമ്മൾ മുകളിലേക്ക് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ പതിയെ വിരൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചുരുട്ടി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ശംഖുപുഷ്പം പൂവിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ലേ.
അതിനുശേഷം നമ്മൾ ഗ്രീൻ കളർ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ച് ഉണ്ടാക്കിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശംഖുപുഷ്പം പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശംഖുപുഷ്പം പൂക്കൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിൽ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂവാണ് കേട്ടോ ശംഖുപുഷ്പം പൂവ്. അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ശംഖുപുഷ്പം പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ആർക്കൊക്കെയാണ് ശംഖുപുഷ്പം പൂക്കൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.